ഒത്തിരി പരീക്ഷണ സിനിമകൾ പുറത്തിറങ്ങിയിട്ടുള്ള നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അത്തരം പരീക്ഷണങ്ങൾ പലതും പൊതുവെ പരാജയപ്പെടാറാണ് പതിവ്. ചുരുക്കം ചില പരീക്ഷണങ്ങൾക്ക് മാത്രമേ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാൻ സാധിച്ചിട്ടുള്ളൂ. മലയാള സിനിമയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച് വ്യത്യസ്തമായ കഥയും ആഖ്യാന ശൈലിയും ഒക്കെ കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തി സാമ്പത്തികമായി പരാജയപ്പെട്ടു പോയ ചില സിനിമകളുണ്ട്. അവയിൽ പലതും പിന്നീട് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. ദേവദൂതനും ആടും ഒക്കെ പോലെ. എന്തായാലും അങ്ങനെ തിയേറ്ററിൽ പരാജയമായ ചില പരീക്ഷണ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. പരാജയപ്പെട്ട പരീക്ഷണ സിനിമകളെക്കുറിച്ചുള്ള വീഡിയോയുടെ ആദ്യ ഭാഗത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ കണ്ട ശേഷം ഒന്ന് കണ്ടു നോക്കണേ. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. മൂവി റിവ്യൂ, സജഷൻസ്, മൂവി ന്യൂസൊക്കെ വേണമെന്ന് ഒത്തിരി പേർ കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കായി ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഫിലിമി ടാക്സ് 2.0. വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടില്ല ഇതുവരെ. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വെൽക്കം ടു ഫിലിമി ടോക്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അരികിലൊരാൾ. നിവിൻ പോളി, ഇന്ദ്രജിത്ത്, രമ്യ നമ്പീശൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സുനിൽ ഇബ്രാഹിം സംവിധാനം ചെയ്ത ചിത്രമാണ് 2014 പുറത്തിറങ്ങിയ അരികിൽ ഒരാൾ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ വരുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിൽ അധികം കണ്ടു ശീലിച്ചിട്ടില്ലാത്ത ഡോപ്പിൾ ഗാങ്ങർ കോൺസെപ്റ്റിലാണ് സംവിധായകൻ കഥ പറയുന്നത്. ഒരു അഡ്വർടൈസിംഗ് സ്ഥാപനത്തിലെ ക്രിയേറ്റീവ് ഡിസൈനറാണ് ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന സിദ്ധാർത്ഥ്. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലെ ഓഫീസിലേക്ക് സ്ഥലം മാറി എത്തുകയാണ് സിദ്ധാർത്ഥ്. പുള്ളിയുടെ സുഹൃത്തും നർത്തകിയുമാണ് രമ്യ നമ്പീശൻ അവതരിപ്പിക്കുന്ന വീണ. അപ്പോൾ ഈ വീണ മുഖേന സിദ്ധാർത്ഥ് ഒരു റെസ്റ്റോറൻറ്റ് ജീവനക്കാരനായ ഇച്ചയെ പരിചയപ്പെടുന്നു. അതാണ് നിവിൻ പോളി. വലിയൊരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഇച്ചയുടെ കൂടെ സിദ്ധാർത്ഥ് താമസമാക്കുന്നു. അവർ 3 പേർക്കിടയിൽ നല്ലൊരു സൗഹൃദം വളരുന്നു. അങ്ങനെ ഇരിക്കെ വളരെ ദുരൂഹമായ പശ്ചാത്തലമുള്ള ഇച്ച ഒരേ സമയം സിദ്ധാർത്ഥിനും വീണയ്ക്കുമൊപ്പം വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. അതായത് ഒരേ സമയം ഇച്ച എന്നയാൾ വീണയോടൊപ്പവുമുണ്ട്, സിദ്ധാർത്ഥിനോടൊപ്പവുമുണ്ട്, അതും വെവ്വേറെ സ്ഥലങ്ങളിൽ. ഇതിൻ്റെ രഹസ്യമറിയാൻ തൻ്റെ ബോസിൻ്റെ സുഹൃത്തായ ഡോക്ടർ സുധീർ ബോസിൻ്റെ സഹായം സിദ്ധാർത്ഥ് തേടുന്നു. ഇച്ചയുടെ പശ്ചാത്തലം അവരിൽ ഭീതി ജനിപ്പിക്കുന്നു. ഒരു ഡോപ്പിൾ ഗാങ്ങർ കോൺസെപ്റ്റിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. 2 സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ള ഒരാളായി ഇച്ചയെ കാണിച്ചിരിക്കുന്നു. ആ പേരിൽ തന്നെയുണ്ട് നിഗൂഢത, ഇച്ച. തൻ്റെ പാസ്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ദേഷ്യം വരുന്ന ഒരാളായിരുന്നു ഇച്ച. ഇച്ചയെപ്പറ്റി അന്വേഷിക്കാൻ ഇന്ദ്രജിത്ത് അയാളുടെ നാട്ടിലേക്ക് പോകുമ്പോൾ അറിയുന്നത് ഇച്ചയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. എന്തായാലും പടത്തിൻ്റെ ടാഗ് ലൈൻ പറയുന്ന പോലെ തന്നെ ഇറ്റ്സ് കൺഫ്യൂസിങ്. ക്ലൈമാക്സുകൾ പലതും കോരിത്തെരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇൻ്റർവെൽ പഞ്ചിൽ രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടാക്കിയൊരു പടമാണ് അരികിലൊരാൾ. കൂടുതൽ പറഞ്ഞ് രസം കളയുന്നില്ല. കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. പടത്തിൻ്റെ ക്ലൈമാക്സ് പലർക്കും അന്ന് ദഹിച്ചില്ല. അതായിരുന്നു ചിത്രത്തിൻ്റെ പരാജയത്തിന് ഒരു പ്രധാന കാരണം. ഓവർ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ടാൽ തീർച്ചയായും ക്ലൈമാക്സ് വരെ ത്രില്ലടിപ്പിക്കുന്ന മികച്ചൊരു മിസ്റ്ററി ത്രില്ലർ സിനിമ തന്നെയാണ് അരികിലൊരാൾ. സോളോ. ദുൽഖർ സൽമാനെ നായകനാക്കി ബിജോയ് നമ്പ്യാർ ഒരുക്കിയ ആന്തോളജി ചിത്രമായിരുന്നു 2017 പുറത്തിറങ്ങിയ സോളോ. പൊതുവേ മലയാളത്തിലാകെ തന്നെ വിരലിൽ എണ്ണാവുന്നത്ര ആന്തോളജികളെ ഇറങ്ങിയിട്ടുള്ളൂ. അതിൽ തന്നെ ഒരേ നായകൻ തന്നെ എല്ലാ കഥകളിലും അഭിനയിച്ച വ്യത്യസ്തമായൊരു പരീക്ഷണം കൂടിയായിരുന്നു സോളോ. ട്രെയിലറും പാട്ടുകളുമൊക്കെ പടം ഇറങ്ങുന്നതിന് മുന്നേ വൻ ഓളം സൃഷ്ടിച്ചിരുന്നു. വമ്പൻ ഹൈപ്പിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. വേൾഡ് ഓഫ് ശേഖർ, വേൾഡ് ഓഫ് ത്രിലോക്, വേൾഡ് ഓഫ് ശിവ, വേൾഡ് ഓഫ് രുദ്ര എന്നിങ്ങനെ 4 ചെറു സിനിമകൾ അടങ്ങുന്നതായിരുന്നു സോളോ എന്ന ആന്തോളജി ചിത്രം. 4ലും 4 വ്യത്യസ്ത ലുക്കിലും തീർത്തും വ്യത്യസ്തങ്ങളായ 4 കഥാപാത്രങ്ങളായും വന്ന് ദുൽഖർ കിടുക്കിയിട്ടുണ്ട്. ഒരു വിക്കനായ കഥാപാത്രമായാണ് ആദ്യത്തെ കഥയായ വേൾഡ് ഓഫ് ശേഖറിൽ ദുൽഖർ എത്തിയത്. ഇമോഷണലായ ഒരു റൊമാൻറ്റിക് സ്റ്റോറിയായിരുന്നു അത്. ഏറെ അഭിനയ പ്രാധാന്യമുള്ള രംഗങ്ങളുണ്ടായിരുന്ന ഈ സെഗ്മെൻറ്റ് ദുൽഖറിൻ്റെ പ്രകടനം കൊണ്ടും മ്യൂസിക് കൊണ്ടുമൊക്കെ മികച്ചു നിന്നു. രണ്ടാമത്തെ കഥ വേൾഡ് ഓഫ് ത്രിലോക് പറയുന്നത് ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. ദുൽഖറിൻ്റെ ഗംഭീര പ്രകടനം കൊണ്ടും സ്പാനിഷ് ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരം വ്യത്യസ്തമായ മേക്കിംഗ് ശൈലി കൊണ്ടും ഡയലോഗുകൾ കൊണ്ടുമൊക്കെ മികച്ചു നിന്ന ഒരു സെഗ്മെൻ്റാണ് ത്രിലോക്. കൊച്ചിയിലെയും മുംബൈയിലെയും അധോലോകങ്ങളിലൂടെ ഒരു ഗ്യാങ്സ്റ്ററായ ശിവയുടെ കഥ പറയുകയാണ് മൂന്നാമത്തെ സെഗ്മെൻറ്റ് വേൾഡ് ഓഫ് ശിവ. വിൻറ്റേജ് രാം ഗോപാൽ വർമ്മ പടങ്ങളുടെ സ്റ്റൈലിൽ കഥ പറഞ്ഞ ഈ പടം ഒരു അഡാർ ഐറ്റം തന്നെയായിരുന്നു. ദുൽഖറിൻ്റെ ഗംഭീര പ്രകടനം ഇതിലും നമുക്ക് കാണാം.
അതും ഒറ്റ ഡയലോഗ് പോലും ഇല്ലാതെ. ആകെ അമ്മ എന്നങ്ങണ്ടാണ് ദുൽഖർ ആകെ പറയുന്നൊരു ഡയലോഗ്. ഈ 4ലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കൂടിയാണ് ശിവ. 4ാമത്തെ സെഗ്മെൻറ്റ് രുദ്ര പറഞ്ഞത് പട്ടാള പശ്ചാത്തലത്തിൽ നടക്കുന്ന ഇൻറ്റൻസായ ഒരു പ്രണയ കഥയാണ്. രുദ്ര എന്ന ഈ അവസാന സെഗ്മെൻറ്റ് കാരണമാണ് സോളോ ഏറെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നതും പ്രതീക്ഷിച്ചിരുന്നത്ര വലിയൊരു വിജയം നേടാൻ കഴിയാതെ പോയതും. തൻ്റെ കാമുകി തൻ്റെ അനുജത്തിയാണെന്ന് തിരിച്ചറിയുന്ന രംഗം പ്രേക്ഷകർ ഒന്നടങ്കം തിയേറ്ററിൽ കൂക്കി വിളിച്ച ഒരു രംഗമായിരുന്നു. ഏറെ വിമർശനങ്ങൾ വന്ന ഈ രംഗം ചില തിയേറ്ററുകാർ അവരായി തന്നെ എഡിറ്റ് ചെയ്ത് കളഞ്ഞത് കൂടുതൽ കൺഫ്യൂഷനും വിവാദങ്ങളും ഉണ്ടാക്കി. പ്രൊഡക്ഷൻ ടീം തന്നെ ഈ രംഗം കട്ട് ചെയ്ത് ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചപ്പോൾ ആളുകൾക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ഒടുവിൽ ദുൽഖർ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി ഇതിനെതിരെ രംഗത്തെത്തി. ഐ ബെഗ് യു ഡോണ്ട് കിൽ സോളോ എന്ന് പറഞ്ഞ് വളരെ ഇമോഷണലായാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത്. തൻ്റെ സിനിമയെ കൊല്ലരുത് എന്നും ആ രംഗം ഒരു ബ്ലാക്ക് കോമഡി ആയിരുന്നെന്നും സ്പൂഫ് പോലെ ചെയ്തതാണെന്നും ഒക്കെ പറഞ്ഞു ദുൽഖർ തൻ്റെ പോസ്റ്റിലൂടെ. സംവിധായകൻ ബിജോയ് നമ്പ്യാരും തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നടത്തിയ ഈ എഡിറ്റിങ്ങിനെതിരെ രംഗത്ത് വന്നു. എന്തായാലും ഈ കോലാഹലങ്ങൾക്കൊക്കെ ഒടുവിൽ പടം ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. ആദ്യ ദിനം വമ്പൻ ഇനിഷ്യൽ കളക്ഷൻ നേടിയ ചിത്രം 2ാം ദിനം മുതൽ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി. എന്നിരുന്നാലും ഇന്നും പലരുടെയും ഇഷ്ടചിത്രമാണ് സോളോ. മലയാളത്തിൽ നടത്തിയ ഒരു ഗംഭീര പരീക്ഷണം തന്നെയായിരുന്നു ചിത്രം. ടൂറിസ്റ്റ് ഹോം. മലയാളത്തിൽ പരീക്ഷണ ചിത്രങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരീക്ഷണം തീർത്തും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അതും 2013. ഒറ്റ ഷോട്ടിൽ ഒരു മുഴുവൻ സിനിമ എന്നത് ഇവിടെ മലയാളത്തിൽ ആരും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ലാതിരുന്നൊരു കാലത്ത് ഈ സിനിമ അത് സാധ്യമാക്കി. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ മലയാളത്തിലും ഒരു ഒറ്റ ഷോട്ട് സിനിമയുണ്ടായി, ടൂറിസ്റ്റ് ഹോം. ഷെബി ഖോഗാട്ടിൻ്റെ സംവിധാനത്തിൽ 10 പേർ ചേർന്ന് എഴുതി 2013 പുറത്തിറങ്ങിയ ഒരു പരീക്ഷണ ചിത്രമാണ് ടൂറിസ്റ്റ് ഹോം. ഒരു ടൂറിസ്റ്റ് ഹോമിലെ 10 മുറികളിലായി നടക്കുന്ന 10 കഥകളെ ഒറ്റ ഷോട്ടിൽ ചിത്രീകരിച്ച് അത്യാവശ്യം നന്നായി തന്നെ കാണിച്ചൊരു സിനിമയാണ് ടൂറിസ്റ്റ് ഹോം. ഒരു ടൂറിസ്റ്റ് ഹോമിന് പുറത്തു നിന്നും ചലിച്ചു തുടങ്ങുന്ന ക്യാമറ ആ ഹോമിലെ ഓരോ മുറികളിലൂടെയും സഞ്ചരിച്ച് തിരിച്ച് പുറത്തെത്തുമ്പോൾ ചിത്രം അവസാനിക്കുന്നു. അതിനിടയിൽ 10 മുറികളും 10 വ്യത്യസ്ത കഥകൾ പറഞ്ഞു പോകുന്നു. ഹൃദയസ്പർശിയായതും സാമൂഹിക പ്രതിബദ്ധതയുള്ളതും ചിരിപ്പിക്കുന്നതുമൊക്കെയായ 10 കഥകൾ. ഇത്തരമൊരു ചിത്രം ചെയ്യാൻ ഡയറക്ടറും പ്രൊഡ്യൂസറും കാണിച്ച ചങ്കൂറ്റം സമ്മതിച്ചേ മതിയാകൂ. സ്ഥിരം കണ്ടുമടുത്ത ചിത്രങ്ങളിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒന്ന് കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ് ടൂറിസ്റ്റ് ഹോം. ഒരു ദിവസം ഒരു ടൂറിസ്റ്റ് ഹോമിലെ 10 റൂമുകളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു ആംഗിളിലൂടെ ഷൂട്ട് ചെയ്ത് സിംഗിൾ ഷോട്ട് സിനിമ എന്ന രീതിയിലെടുത്ത ഒരു പരീക്ഷണമായിരുന്നു ഈ ചിത്രം. ഈ സിംഗിൾ ഷോട്ട് എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ പൂർണ്ണമായും ഒറ്റ ഷോട്ടിൽ പ്രാക്ടിക്കലി ചെയ്തതല്ല കേട്ടോ. ഓരോ മുറികളിൽ നിന്നും അടുത്ത മുറിയിലേക്കുള്ള ക്യാമറയുടെ സഞ്ചാരത്തിനിടയിൽ പ്രേക്ഷകൻ്റെ കണ്ണ് കെട്ടിക്കൊണ്ട് ഒരു ഇൻവിസിബിൾ കട്ട് സംഭവിക്കുന്നു. പിന്നീട് ഓസ്കാർ അവാർഡ് വരെ നേടിയ ഹോളിവുഡ് ചിത്രം ബേർഡ്മാനിൽ ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെ. സിമ്പിളായി പറഞ്ഞ ക്യാമറ ഇരുട്ടിലേക്ക് കൊണ്ട് നിർത്തി കട്ട് ചെയ്ത് അടുത്ത ഷോട്ട് ഇരുട്ടിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങുന്ന സെറ്റപ്പ്. കലാഭവൻ മണി, ഹേമന്ത്, ലെന തുടങ്ങിയവർ ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഒരു റൂമിൽ നിന്നും അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ പുതിയ ഓരോ കഥയും കഥാപാത്രങ്ങളും കടന്നു വരികയും ക്ലൈമാക്സിൽ ഇവയൊക്കെ തമ്മിൽ കണക്റ്റ് ആവുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് സിനിമ. അക്കാലത്ത് അതൊരു ട്രെൻഡ് ആയിരുന്നല്ലോ മലയാള സിനിമയിൽ. അത്യാവശ്യം നല്ലൊരു ക്ലൈമാക്സും ചിത്രത്തിനുണ്ട്. ഒരു പരീക്ഷണ ചിത്രത്തിൻ്റെ പാളിച്ചകൾ പല ഭാഗങ്ങളിലായിട്ടുണ്ടെങ്കിലും ഒരു വട്ടം കണ്ടു നോക്കാവുന്ന ഒരു ചിത്രമാണ് ടൂറിസ്റ്റ് ഹോം. ഭയങ്കര ഗംഭീര സംഭവം പടം എന്നൊന്നും പറയുന്നില്ല, എന്നിരുന്നാലും ഒരു മോശം ശ്രമമൊന്നും ആയിരുന്നില്ല ടൂറിസ്റ്റ് ഹോം. നല്ലൊരു താരനിര ഇല്ലാതെ പോയതുകൊണ്ടും നല്ല പ്രൊമോഷനൊന്നും ഇല്ലായിരുന്നത് കൊണ്ടും ഒക്കെയാണ് അന്ന് ഈ ചിത്രം തിയേറ്ററുകളിൽ ദയനീയമായി പരാജയപ്പെട്ടത്. നോ വേ ഔട്ട്. രമേഷ് പിഷാരടിയെ നായകനാക്കി നിതിൻ ദേവിദാസ് സംവിധാനം ചെയ്ത് 2022, അതായത് ഈ വർഷം റിലീസായ ചിത്രമാണ് നോ വേ ഔട്ട്. പൊതുവെ സർവൈവൽ ത്രില്ലറുകൾ അധികം ഇല്ലാത്ത മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന ഒരു മികച്ച സർവൈവൽ ത്രില്ലർ ആയിരുന്നു നോ വേ ഹോം. തൻ്റെ പ്രണയ വിവാഹത്തിന് ശേഷം ഭാര്യയുമായി ഒന്നിച്ചു കഴിയാൻ വേണ്ടി വിദേശത്തെ ജോലി ഉപേക്ഷിച്ചു പോന്ന ഡേവിഡ് തൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ചേർന്ന് നാട്ടിൽ ഒരു ബിസിനസ്സിൽ കാശിറക്കുകയും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ സാമ്പത്തികമായി തകരുകയും ചെയ്യുന്നു. ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഡേവിഡ് കണ്ടെത്തുന്ന വഴി അയാളെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ളൊരു നൂൽപ്പാലത്തിൽ കൊണ്ടുപോയി നിർത്തുന്നു. തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് സിനിമ പറയുന്നത്. സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള കഥാപശ്ചാത്തലം വളരെ എളുപ്പത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ പ്രധാന പോസിറ്റീവ്. അതുപോലെ സിനിമയിൽ ഒരു പ്രധാന പോയിന്റിൽ നായകൻ എത്തിപ്പെടുന്ന അവസ്ഥയും
അത് സൃഷ്ടിക്കുന്ന ഉദ്വേഗവും സിനിമയെ രസകരമാക്കുന്നുണ്ട്. സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റമാണ് ഈ പടം. കാണുന്നവരെ ടെൻഷൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഐറ്റം. കഥ അറിയാതെ കാണുന്നതാണ് അതിൻ്റെ രസം. അതുകൊണ്ട് ഞാൻ കഥയിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് പടം പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിന് കാരണങ്ങളുണ്ട്. സിനിമയിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ 90% പിഷാരടി തന്നെയാണ് സ്ക്രീനിൽ. കാര്യം പുള്ളി വലിയ തരക്കേടില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും 2 മണിക്കൂർ പുള്ളിയുടെ സീരിയസ് അഭിനയം കാണുക എന്നത് ഒരു ടാസ്ക് തന്നെയാണ്. നേരെ പറിച്ചൊരു കോമഡി 1 മാൻ ഷോ ആയിരുന്നെങ്കിൽ ഓക്കെ. പിന്നെ 1/2 മണിക്കൂറുള്ളൊരു ഷോർട്ട് ഫിലിമായി വേണമെങ്കിലും പറയാമായിരുന്നൊരു കഥ. അത് 1.5 മണിക്കൂർ ആക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനാവശ്യ രംഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അരോചകമായി വരും. പിന്നെ അനാവശ്യമായി കുത്തിക്കയറ്റിയ 2 പാട്ടുകൾ സിനിമയുടെ മൊത്തം മൂഡ് നശിപ്പിക്കുന്നതാണ്. ഈ സിനിമ കണ്ടിറങ്ങിയ പിഷാരടിയുടെ തന്നെ മകൾ പറഞ്ഞ പോലെ ഇത്തരം ചിത്രങ്ങൾ കാണാൻ ഫാമിലിയും കുട്ടികളും അധികം അങ്ങനെ പോകാറില്ല. എന്നാൽ ഇത്തരം പരീക്ഷണ ചിത്രങ്ങൾ കാണാൻ തയ്യാറുള്ള ഇവിടുത്തെ യൂത്തിനെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ചിത്രത്തിൻ്റെ പ്രൊമോഷനിലും ഉണ്ടായില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടും വലിയ താരനിരയും ഭീകര പ്രൊമോഷനുമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടും സിനിമ തിയേറ്ററിൽ പരാജയമായി. പിന്നെ ഇതൊക്കെയാണേലും സർവൈവൽ ത്രില്ലറായി വന്ന മോഹൻലാലിൻ്റെ നീരാളിയെക്കാളും ഫഹദിൻ്റെ മലയൻ കുഞ്ഞിനേക്കാളും ഒക്കെ ത്രില്ലടിപ്പിച്ച ഒരു ചിത്രം തന്നെ ആയിരുന്നു നോ വേ ഔട്ട്. ഒരു 30 മിനിറ്റുള്ളൊരു ഷോർട്ട് ഫിലിമാക്കി അവതരിപ്പിക്കാൻ മാത്രം പോകുന്ന ഒരു ത്രെഡിനെ വലിച്ചു നീട്ടി 1.5 മണിക്കൂറിന് മുകളിലുള്ളൊരു സിനിമയാക്കി മാറ്റിയതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നോ വേ ഔട്ട് എന്ന സിനിമ കണ്ടിരിക്കാവുന്ന ഒന്നാകുന്നത് അത്യാവശ്യം സാമ്പത്തിക പ്രശ്നങ്ങളുള്ള സാധാരണക്കാരനായ ഏതൊരാൾക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന കഥാപശ്ചാത്തലം കൊണ്ടുകൂടിയാണ്. പടം ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കാണാത്തവർ കണ്ടു നോക്കുക. ഓ ഫാബി. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ 3D ചിത്രമെന്ന പേര് മൈ ഡിയർ കുട്ടിച്ചാത്തനാണെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ലൈവ് ആക്ഷൻ അനിമേറ്റഡ് മൂവി എന്ന ബഹുമതി ഓ ഫാബിക്കാണ്. ഒരു കാർട്ടൂൺ കഥാപാത്രം അഭിനയിച്ച ഏഷ്യയിലെ തന്നെ ആദ്യ ചിത്രം കൂടിയായിരുന്നു നമ്മുടെ ഈ മലയാള ചിത്രം. പക്ഷെ പലരും ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് പോലും കേട്ടിട്ടുണ്ടാകില്ല എന്നതാണ് സത്യം. ഇന്ന് കാണുന്ന പല VFX ചിത്രങ്ങൾക്ക് മുൻപേ മലയാളികളിൽ ഏറെ കൗതുകമുണർത്തിയൊരു ചിത്രമായിരുന്നു ഓ ഫാബി. റിയൽ ഏതാ VFX ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ ചിത്രങ്ങൾ ഇറങ്ങുന്ന ഈ കാലത്ത് ഇതൊന്നും ഒരു വലിയ കാര്യമല്ല. പക്ഷേ 1993 ഈ ചിത്രം ഒരു അത്ഭുതം തന്നെ ആയിരുന്നു. 91-92 കാലഘട്ടത്തിൽ കൊച്ചിയിലാണ് പടം പൂർണ്ണമായും ഷൂട്ട് ചെയ്തത്. അതിനുശേഷം അനിമേഷൻ പരിപാടികളെല്ലാം നടന്നത് മുംബൈയിലുള്ളൊരു സ്റ്റുഡിയോയിലായിരുന്നു. അമേരിക്കയിൽ നിന്നും 50ഓളം ക്യാമറകളും ചിത്രീകരണത്തിന് ആവശ്യമായ മറ്റു സാധന സാമഗ്രികളുമെല്ലാം വരുത്തിയാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത്. 2 വർഷത്തോളം സിനിമയുടെ വർക്ക് നീണ്ടു. നരേന്ദ്രപ്രസാദ്, മനോജ് കെ ജയൻ, ശ്രീവിദ്യ, തിലകൻ, നാഗേഷ്, ജഗതി, നാസർ തുടങ്ങി അന്നത്തെ പ്രമുഖരായ ഒത്തിരി താരങ്ങളുണ്ടായിരുന്നു ഈ അത്ഭുത ചിത്രത്തിൽ. ഇവരോടൊപ്പം താടി വെച്ച നമ്മുടെ അനിമേഷൻ അപ്പൂപ്പനും. സാൻഡി എന്ന ഒരു ചെറുപ്പക്കാരനിലൂടെ വികസിക്കുന്ന ഈ സിനിമ അവൻ ഫാബി എന്ന ഒരു അനിമേറ്റഡ് കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നതും അതിനിടെ അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ ഫാബിയുടെ സഹായത്തോടെ അവൻ തരണം ചെയ്യുന്നതുമൊക്കെയാണ് സിനിമയുടെ കഥാതന്തു. ആദ്യ പകുതി കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ കഥ പറഞ്ഞു തുടങ്ങുന്ന ചിത്രം തുടർന്നുണ്ടാകുന്ന കൊലപാതകത്തിൻ്റെയും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും ഫാമിലി ഇമോഷണൽ ഡ്രാമയിലൂടെ അവസാനം ഒരു ഫാൻറ്റസി ക്ലൈമാക്സിലെത്തി അവസാനിക്കുന്നു. 1993 ഇറങ്ങിയ ഓ ഫാബി അന്ന് 1 കോടി രൂപയിലധികം ചിലവാക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു. ആ കാലത്ത് മലയാളത്തിൽ ഈ തുക കൊണ്ട് ഒരു 4 സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ സുഖമായി നിർമ്മിക്കാം. അത്രയും ഭീമമായൊരു തുകയാണത്. സൈമൺ തരകനായിരുന്നു ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. നായകനായി അഭിനയിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ റോക്കി തരകൻ. മലയാളത്തിൻ്റെ ലെജൻഡറി സംവിധായകൻ കൃഷ്ണൻ നായരുടെ മകനായ കെ ശ്രീകുട്ടനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തത്. 1988 പുറത്തിറങ്ങിയ ഹൂ ഫ്രെയിംഡ് ജോജോ റാബിറ്റ് എന്ന അമേരിക്കൻ ലൈവ് ആക്ഷൻ അനിമേറ്റഡ് സിനിമയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ശ്രീകുട്ടൻ ഇങ്ങനെയൊരു അത്ഭുത സിനിമ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. ചിത്രത്തിൻ്റെ അനിമേഷൻ മേൽനോട്ടം നിർവഹിച്ചത് ഈ മേഖലയിൽ പ്രശസ്തനായ റാം മോഹനായിരുന്നു. വിൻസെൻ്റ്, വേണുഗോപാൽ, രാമചന്ദ്രബാബു എന്നിവരാണ് ഛായാഗ്രഹണം നിർവഹിച്ചത്. ജോൺസൺ മാസ്റ്ററുടെ സംഗീതം. മലയാളത്തിലും തമിഴിലും പുറത്തിറങ്ങിയ ഈ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. ദൂരദർശനിലൂടെ ചിത്രഗീതത്തിൽ സ്ഥിരമായി ഈ ചിത്രത്തിലെ പാട്ടുകൾ ടെലികാസ്റ്റ് ചെയ്തതിലൂടെ അക്കാലത്തെ കുട്ടികളെ ചിത്രം ഏറെ ആകർഷിച്ചിരുന്നു. എന്നാൽ കുട്ടികളുടെ സിനിമ എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും മാത്രമേ ചിത്രത്തിന് ആകർഷിക്കാൻ കഴിഞ്ഞുള്ളൂ.
അതിലും രണ്ടാം പകുതിയിലെ കൊലപാതകവും വയലൻസും ഒന്നും ഫാമിലിക്കും കുട്ടികൾക്കും അത്ര ദഹിച്ചുമില്ല. പിന്നെ വൻ ബഡ്ജറ്റ് കൂടി ആയപ്പോൾ മലയാളം പോലൊരു ചെറിയ ഇൻഡസ്ട്രിയിൽ രക്ഷപ്പെട്ടു പോകാൻ ചിത്രത്തിനായില്ല. സ്കൂളിൽ നിന്നും തിയേറ്ററിൽ സിനിമ കാണാൻ കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ടായിരുന്നു 90കളിൽ. ഒത്തിരി പേർ ആ വഴി ഈ ചിത്രം തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ കണ്ടിട്ടുള്ളവർ അവരുടെ തിയേറ്റർ എക്സ്പീരിയൻസ് കമൻറ്റിലൂടെ പറയണേ. ഇതുവരെ ഈ ചിത്രം കാണാത്തവർക്ക് ഈ വീഡിയോ തീർന്നിട്ട് യൂട്യൂബിൽ തപ്പിയാൽ മതി, നല്ല പ്രിൻ്റ് അവൈലബിൾ ആണ്. നയൻ. പൃഥ്വിരാജിനെ നായകനാക്കി സംവിധായകൻ കമലിൻ്റെ മകൻ ജനൂസ് മുഹമ്മദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 2019 റിലീസായ നയൻ. സയൻസ് ഫിക്ഷൻ, ഹൊറർ, സൈക്കോളജിക്കൽ ത്രില്ലർ, ഫാൻറ്റസി എന്നിങ്ങനെ പല ജോണറുകളുടെ ഒരു മിക്സാണ് ഈ ഗംഭീര പരീക്ഷണ ചിത്രം. ഇത്തരമൊരു പ്രമേയം മലയാള സിനിമയിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഭൂമിയെ കടന്നുപോകുന്ന ഒരു വാൽനക്ഷത്രത്തിൻ്റെ കാന്തിക തരംഗങ്ങൾ കാരണം 9 ദിവസത്തേക്ക് ഭൂമിയിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം നിശ്ചലമാകുന്നു. അതായത് വൈദ്യുതിയില്ല, ഫോണില്ല, വാഹനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. ചുരുക്കത്തിൽ ലോകത്തിൻ്റെ ചലനം തന്നെ പിടിച്ചു കെട്ടപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കാനായി ഹിമാലയത്തിലേക്ക് പോകാൻ ജ്യോതിശാസ്ത്രജ്ഞനായ ആൽബർട്ട് നിയോഗിക്കപ്പെടുന്നു. അയാൾ മകൻ ആദത്തെയും കൂടെ കൂട്ടുന്നു. അവിടെ വെച്ച് അവർക്കുണ്ടാകുന്ന വിചിത്രമായ അനുഭവങ്ങളും അതിൻ്റെ ചുരുളഴിയുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടിക്കുന്ന തിരിച്ചറിവുകളുമാണ് സിനിമയുടെ പ്രമേയം. 9 ദിവസങ്ങൾക്കിടയിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയിൽ പറയുന്നത്. എന്തല്ലേ ഇൻ്റർനാഷണൽ അപ്പീലുള്ള ഒരു സ്ട്രോങ് കൺസെപ്റ്റ്. പൊതുവെ ആരും ചെയ്യാൻ മടിക്കുന്ന പരീക്ഷണങ്ങൾ തൻ്റെ സിനിമകളിലൂടെ ചെയ്യാൻ ഒരു മടിയും ഭയവുമില്ലാത്ത ആളാണ് പൃഥ്വിരാജ്. ഇതിൽ അദ്ദേഹം ഒരു പടി കൂടി കടന്ന് ആ റിസ്ക് എടുക്കുന്നുണ്ട്. എന്തെന്നാൽ സോണി പിക്ചേഴ്സിനൊപ്പം ചേർന്ന് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. ഭൂരിഭാഗവും ഇരുട്ടിൽ നടക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ ഛായാഗ്രഹണം വെല്ലുവിളി നിറഞ്ഞതാണ്. എന്നാൽ ആ വെല്ലുവിളികളെ മറികടന്ന് അഭിനന്ദൻ രാമാനുജൻ ഗംഭീരമായി ഇരുട്ടിനെ ചിത്രീകരിച്ചിട്ടുണ്ട് സിനിമയിൽ. ഷാൻ റഹ്മാൻ്റെ സംഗീതവും പടത്തിൻ്റെ മറ്റൊരു പ്ലസ് പോയിൻ്റാണ്. നിഗൂഢത നിറഞ്ഞു നിൽക്കുന്ന ഈ ചിത്രത്തിൽ ആകെ കുറച്ച് കഥാപാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും എല്ലാവരും തന്നെ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവ എന്ന കഥാപാത്രമായി വന്ന വാമിക ഗംഭീയൊക്കെ. ആദ്യ പകുതി ഒരു സയൻസ് ഫിക്ഷൻ മിസ്റ്ററി മൂഡിലാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാം പകുതി ഹൊററും സൈക്കോളജിയും ഒക്കെ ചേർത്ത് ഞെട്ടിക്കുന്നു. സംഭവം ഇങ്ങനെ ജോണറുകളുടെ മിക്സും പുതുമയുള്ള കഥയും ഗംഭീര മേക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ചിത്രം തിയേറ്ററുകളിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിന് ഒരു പ്രധാന കാരണം ഈ സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു. ആ സമയത്ത് പൃഥ്വിരാജ് ചെയ്തു വന്നിരുന്ന മിക്ക സസ്പെൻസ് ത്രില്ലർ ചിത്രങ്ങളുടെയും ഒടുവിൽ പൃഥ്വി തന്നെ നായകനും വില്ലനുമാകുന്നൊരു പ്രവണത കണ്ടുവന്നിരുന്നു. അതായത് ക്ലൈമാക്സിലെ മെയിൻ ട്വിസ്റ്റ് പൃഥ്വിരാജ് തന്നെ ആയിരിക്കും. അത് തന്നെ ഇവിടെയും ആവർത്തിച്ചപ്പോൾ പ്രേക്ഷകർക്ക് മടുപ്പായി. പിന്നെ പൊതുവേ ഇത്തരം പരീക്ഷണ സിനിമകൾ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെടുന്നവർ അല്ലല്ലോ ഭൂരിഭാഗം മലയാളികളും. അതുകൊണ്ട് തന്നെ റിലീസ് സമയത്ത് ചിത്രത്തിന് ലഭിച്ചത് മിക്സഡ് റിവ്യൂ ആയിരുന്നു. ഇതൊക്കെ കൊണ്ട് പടം വേണ്ടത്ര വിജയം നേടിയില്ല. എന്നിരുന്നാലും മലയാളത്തിൽ വന്ന മികച്ച പരീക്ഷണ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നയൻ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പടമുണ്ട്, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. സുന്ദരകില്ലാടി. സംവിധായകൻ ഫാസിൽ തിരക്കഥ എഴുതി നിർമ്മിച്ച ചിത്രമായിരുന്നു 1998 പുറത്തിറങ്ങിയ സുന്ദരകില്ലാടി. ദിലീപ് നായകനായ ഈ ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ മുരളീകൃഷ്ണനായിരുന്നു. ഇന്നും പലരുടെയും ഇഷ്ടചിത്രമായിരിക്കും ഈ വ്യത്യസ്ത ചിത്രം. എന്നാൽ പടം തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. അന്ന് വരെ മലയാള സിനിമ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രമേയമായിരുന്നു സിനിമയിൽ. ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രാചീനകാല ഗ്രാമത്തിലേക്ക് കിണർ കുത്താനായി വരുന്ന നായകൻ അവിടുത്തെ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുന്നതും അദ്ദേഹം അവസാനം തൻ്റെ 2 ലക്ഷ്യങ്ങളിലും വിജയം വരിക്കുന്നതുമാണ് കഥാതന്തു. മാജിക്കൽ റിയലിസം കൊണ്ട് നമ്മളെ സ്വപ്നഭൂമി എന്ന മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നുണ്ട് ചിത്രം. ക്ലൈമാക്സ് ഒക്കെ 90s കിഡ്സിന് ഇന്നും രോമാഞ്ചം വരുന്ന ഐറ്റമാണ്. ദിലീപും ശാലിനിയും നെടുമുടി വേണുവും അശോകനും പപ്പുവും നന്ദുവും മറ്റ് ചെറിയ വേഷങ്ങളിൽ എത്തിയവരും ഒക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ. ഔസേപ്പച്ചൻ്റെ സംഗീതമാണ് എടുത്തു പറയേണ്ട മറ്റൊരു പോസിറ്റീവ്. കിടിലം പാട്ടുകളാണ് പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയത്. ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും പടം ഒന്നും പ്രേക്ഷകർ സ്വീകരിച്ചില്ല. ഹരികൃഷ്ണൻസിന് ശേഷം ഫാസിലിൻ്റെ പേരിൽ വരുന്നൊരു പടം, പഞ്ചാബി ഹൗസ് എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം ദിലീപിൻ്റെ പടം എന്നൊക്കെ വന്നപ്പോൾ പ്രേക്ഷകർ മറ്റൊരു തരത്തിലുള്ള സിനിമയാകാം പ്രതീക്ഷിച്ചത്. എന്തായാലും ഇന്ന് ടി വിയിൽ വന്നാലും നമ്മളിരുന്ന് കണ്ടുപോകുന്നൊരു മികച്ച പരീക്ഷണ ചിത്രം തന്നെയാണ് സുന്ദരകില്ലാടി. അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിലെ പരാജയപ്പെട്ട ചില പരീക്ഷണ സിനിമകൾ. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കാം. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇനിയും ഇത്തരം സിനിമകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.